Hi all, welcome to once. So നമ്മൾ ഇന്നൊരു പുതിയ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. And the subject is communications. Okay, communication systems എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. So let's start. So what is communication? എന്താണ് communication? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എനി കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഇവിടെ നിന്ന് പാസ് ചെയ്യും, ഒരു പെർട്ടിക്കുലർ പോയിന്റ് നിന്ന് പാസ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ റിസീവർ പാർട്ടിൽ കറക്റ്റായിട്ട് റീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദ കമ്മ്യൂണിക്കേഷൻ ഇസ് സക്സസ്ഫുൾ. അതായത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളൊരു പോയിന്റിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഡെസ്റ്റിനേഷൻ പോയിന്റിൽ അത് കറക്റ്റായിട്ട് റീച്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദ കമ്മ്യൂണിക്കേഷൻ, അതായത് ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇസ് കംപ്ലീറ്റ് ആൻഡ് സക്സസ്ഫുൾ. സോ അങ്ങനെ ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? അതിൽ കുറേ മെത്തേഡ്സ് അല്ലെങ്കിൽ കുറേ മെത്തഡോളജീസ് ഫോളോ ചെയ്യേണ്ടാവും, ടെക്നിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് മോഡുലേഷൻ സ്കീംസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടി വരും. സോ അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ വൈ കമ്മ്യൂണിക്കേഷൻ? എന്തിനാണ് ഇനി നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്ന് വെച്ചാൽ ഗേറ്റ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് നല്ലൊരു വെയിറ്റേജ് ഉള്ള ഒരു പേപ്പറാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ നിർബന്ധമായിട്ട് അത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും പ്രിപ്പയർ ചെയ്ത് പോകേണ്ട, തറോ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ വെയിറ്റേജ് ഇസ് അബൌട്ട് 10 to 10% വെയിറ്റേജ് ഉള്ള പേപ്പറാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്. നോട്ട് ഓൺലി ഫോർ ഗേറ്റ്, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും, അതായത് ISRO, എഞ്ചിനീയറിംഗ് സർവീസ് എക്സാംസ്, എങ്ങനെയുള്ള എക്സാംസ് ഒരു മേജർ ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുക്കുകയാണെങ്കിൽ അതിൽ 8 to 10% വെയിറ്റേജ് വരെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒരു മാൻഡേറ്ററി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോകേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ നമുക്ക് സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ബോത്ത് ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആസ് വെൽ ആസ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ആർക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് കുറച്ച് പോർഷൻസ് ഉണ്ട്. സോ നമുക്ക് അതിന്റെ സിലബസ് ഒന്ന് നോക്കാം. സോ ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസിന് അവരുടെ സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഏതൊക്കെയാണ് വരുന്നത്? റാൻഡം പ്രോസസ്, അനലോഗ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ തിയറി, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ റാൻഡം പ്രോസസ്സിൽ എന്ന് പറയുമ്പോഴത്തേക്കും പ്രോബബിലിറ്റി തിയറി, നോയ്സ് തിയറി ഒക്കെയാണ് അവിടെ കവർ ചെയ്യുന്ന ടോപ്പിക്സ്. അതേപോലെ അനലോഗ് കമ്മ്യൂണിക്കേഷൻ പറയുമ്പോഴത്തേക്ക് അതിൽ എന്തൊക്കെ വരിക? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഡീമോഡുലേഷൻ, പിന്നെ AM സ്പെക്ട്ര, FM, PM, ദെൻ സൂപ്പർ ഹെട്രോഡൈൻ റിസീവേഴ്സ്, അങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് ഏതിൽ വരിക? അനലോഗ് കമ്മ്യൂണിക്കേഷൻസിൽ വരിക. ദെൻ ഇൻഫർമേഷൻ തിയറിയിൽ ഹൗ ഇൻഫർമേഷൻ ഈസ് പാസ്ഡ് എന്നുള്ള കാര്യങ്ങൾ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറിയാണ് അവിടെ പറയുന്നത്. ദെൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ വരെ ഏതൊക്കെയാ? ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസ് ഒക്കെ ഉണ്ടാവും. ഏതൊക്കെയാ? ലൈക്ക് പൾസ് കോഡ് മോഡുലേഷൻ, ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ, പിന്നെ മോഡുലേഷൻ സ്കീംസ് ലൈക്ക് ASK, FSK, PSK, അങ്ങനെയുള്ളതൊക്കെയാണ് പിന്നെ അവിടെ വരുന്നത്. ദെൻ ഫണ്ടമെന്റൽസ് ഓഫ് എറർ കറക്ഷൻ, ഹാമിംഗ് കോഡ്സ്, സൈക്ലിക് റിഡൻഡൻസി കോഡ്സ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇലക്ട്രോണിക്സ് ഈസി സ്റ്റുഡൻസിന് വരുന്ന കമ്മ്യൂണിക്കേഷൻ്റെ സിലബസ്. ഇനി നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റേഷൻകാർക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ചെറിയ പോർഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് വരുന്നത് ഏതൊക്കെയാണ്? അവർക്ക് വരുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അതിലുള്ള ടോപ്പിക്സ് ആണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ട്, ഫ്രീക്വൻസി മോഡുലേഷൻ, ഡീമോഡുലേഷൻ. ദെൻ ഇൻഫർമേഷൻ തിയറിയുടെ ചെറിയ പോർഷൻ വരുന്ന ഷാനോൺസ് സാമ്പിളിംഗ് തിയറം, അങ്ങനെയുള്ള പോർഷൻസ് ഉണ്ടാവും. ദെൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ലൈക്ക് പൾസ് കോഡ് മോഡുലേഷൻ, അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് മോഡുലേഷൻ സ്കീംസ്. അപ്പോൾ ജസ്റ്റ് കോമൺ ആയിട്ടുള്ളതാണ് ഇൻസ്ട്രുമെന്റേഷനും കമ്മ്യൂണിക്കേഷൻകാർക്കും ഏകദേശമൊക്കെ കോമൺ ടോപ്പിക്സ് തന്നെയാണ് കവർ ചെയ്ത് പോകുന്നത്. പക്ഷെ ഇൻസ്ട്രുമെന്റേഷൻകാർക്ക് മറ്റവരുടെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ഇനിയുള്ള നമുക്ക് റെഫർ ചെയ്യാവുന്ന സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ്. ഏതൊക്കെ ടെക്സ്റ്റ് ബുക്സ് ആണ് നമ്മൾ ഇങ്ങനെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും റെഫർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് ബൈ പ്രൊവാക്കസ് ആൻഡ് സെലഹി എന്ന് പറയും, അങ്ങനത്തെ ബുക്കുണ്ട്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബൈ ടോപ്പ് ഷില്ലിംഗ് ആൻഡ് സാഹബ്. സോ ഈ രണ്ട് ടെക്സ്റ്റ് ബുക്സ് എന്ന് പറയുന്നത് കോമൺലി പോകുന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ ടോപ്പിക്സ് റെഫർ ചെയ്യാനാണ്. അതേപോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് സൈമൺ ഹാക്കിങ്ങിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ദീസ് ആർ സം ഓഫ് ദ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് യു ക്യാൻ ഫോളോ. അതേപോലെ യു ക്യാൻ യൂസ് വൺസിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ വിച്ച് ഇൻക്ലൂഡ്സ് എ ഹാൻഡ് ബുക്ക് ആൻഡ്
ഗേറ്റ്. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ്, അതായത് ഈ പറയുന്ന മെയിൻ ടെക്സ്റ്റ് ബുക്സിൽ പറഞ്ഞു പോകുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, കൺസെപ്റ്റ്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടാകും. അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബുക്കാണ് ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫോർമുലാസും ഷോർട്ട് കൺസെപ്ച്വൽ നോട്ട്സും ഒക്കെ ആയിട്ടായിരിക്കും ഈ ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് അനാലിസിസ് ഓഫ് പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസ്. നമുക്ക് നേരത്തെ നടന്നിരുന്ന ഗേറ്റ് എക്സാംസിന് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു നല്ല വെയിറ്റേജ് ഉള്ള പേപ്പറാണ് കമ്മ്യൂണിക്കേഷന് നമുക്ക് ഗേറ്റ് എക്സാമിന്. സോ അപ്പം അതിൻ്റെ പ്രീവിയസ് ഇയറിൽ നമുക്ക് അതിന് പോയിരിക്കുന്ന പാറ്റേൺ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്താൽ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ, സോ ഗേറ്റ് ഇയർ നമ്മൾ 2023, അതായത് റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാം അല്ല. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിന് ഈസിക്കാർക്ക് അതിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വെയിറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്, 10 മാർക്സിന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ 2022 എന്ന് പറയുന്ന ഇയർ 11 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ 21 അഗെയിൻ 11 മാർക്സ്, 20 11 മാർക്സ്, 19 12 മാർക്സിനാണ് ചോദിച്ചിരുന്നത്. അതേപോലെ 18 10 മാർക്സ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തന്നെ കൺക്ലൂഡ് ചെയ്യാം അത്യാവശ്യം ഒരു 10 to 12 റേഞ്ചിൽ എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കമ്മ്യൂണിക്കേഷനിൽ നിന്ന്. ഓക്കെ, ദാറ്റ് വാസ് എ കേസ് ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇനി ഇൻസ്ട്രുമെന്റേഷൻകാർക്കാണെങ്കിലോ അവർക്കും എന്തായാലും ചോദിക്കുന്നുണ്ട്. എല്ലാ ഇയറിലും 2-3 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം ചോദിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് അറൌണ്ട് 3 to 5 മാർക്സിനുള്ള ഇത് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് അവർക്കും ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെറിയ മാർക്ക് ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. ഇതൊരു നല്ല പേപ്പർ, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു പേപ്പറാണ്. സോ ഫോക്കസ് ഓൺ ദിസ് പേപ്പർ ഓൾസോ. നെക്സ്റ്റ്, പിന്നെ നമ്മളിത് എങ്ങനെയാണ് ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നോക്കും, പിന്നെ ആംഗിൾ മോഡുലേഷൻ. ആംഗിൾ മോഡുലേഷനിൽ എന്തൊക്കെയാണ് വരിക? ആംഗിൾ മോഡുലേഷനിൽ വരാൻ പോകുന്നത് FM and PM, ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് പൾസ് ഫേസ് മോഡുലേഷൻ. ഓക്കെ, പിന്നെ ഉള്ളത് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവറിൻ്റെ ഇതാണ്. ദെൻ ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ആൻഡ് പ്രോസസ്. ആൻഡ് ഫിഫ്ത്ത് ചാപ്റ്റർ ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ. സിക്സ്ത് എന്ന് പറയുന്നത് പാസ് ബാൻഡ് ട്രാൻസ്മിഷൻ. അപ്പോൾ ഈ 2 ചാപ്റ്ററും കൂടി കവർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ 7th one എന്ന് പറയുന്നത് ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ്. ആൻഡ് ലാസ്റ്റ് 8 എന്ന് പറയുന്നത് മിസ്ലീനിയസ് ടോപ്പിക്സ്. മിസ്ലീനിയസ് ടോപ്പിക്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്, നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ തന്നെ ഒരുപാടായിട്ട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാവും. അതായത് ഒപ്റ്റിക്കൽ ഡിവൈസസ് ഉണ്ടാവും, OFC യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിരിക്കും മിസ്ലീനിയസ് ടോപ്പിക്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്റർ ഡിവിഷൻസ് എല്ലാം നിങ്ങൾ കണ്ടു. ഇങ്ങനെയായിരിക്കും നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, താങ്ക് യു.